തൃക്കരിപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് പ്രഭാത നടത്തം വോക്ക് വിത്ത് VPP എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ആ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഈ പ്രഭാത നടത്തം മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാരോടൊക്കെ വോട്ടഭ്യർത്ഥിക്കുക ചെയ്യുന്നുണ്ട്. നമുക്ക് VPP മുസ്തഫയോടെ ചോദിക്കാം. ഇത്രയും ദിവസം ഓട്ടായിരുന്നു, ഇന്ന് രാവിലെ ഒരു നടത്തമാണ്. തീർച്ചയായിട്ടും ഇതൊരു മോർണിംഗ് വാക്ക്, നമുക്കൊരു സന്ദേശം കൂടിയാണ്. ആരോഗ്യ കേരളം, ഹെൽത്തി കേരളം സൃഷ്ടിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അജണ്ടകളിലൊന്നാണ്. അതിൻ്റെ ഭാഗമായി കുട്ടികൾ തൊട്ട് മുതിർന്നവരിൽ വരെ, വയോജനങ്ങളിൽ വരെ ഒരു ആരോഗ്യബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രചരണ പരിപാടികൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുകൂടി സഹായകരമാകുന്ന വിധത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആണല്ലേ? എങ്ങോട്ട് പോവാ? പോകണം, ആശുപത്രി. ആയിക്കോട്ടെ, ശരി എന്നാ, ആയിക്കോട്ടെ. അപ്പം ആ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരോഗ്യ ബോധവൽക്കരണവും ഒരുമിച്ച് നടത്തുക എന്നുള്ള നിലയിലാണ് ഇങ്ങനെയൊരു മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കാസർഗോഡ് ജില്ലയിലും പൊതുവെ തൃക്കരിപ്പൂരിലേക്ക് 37 ഡിഗ്രി ആണ് ചൂട്. അപ്പോൾ സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നിലയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാലാവസ്ഥയുടെ ഈ പ്രതികൂലമായ സാഹചര്യമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഈ സന്ദീപ് വാര്യരാണ് എതിരാളി. സ്വാഭാവികമായും മത്സരം ഏതെങ്കിലും രീതിയിൽ കടുത്തിട്ടുണ്ടോ? സംസ്ഥാന തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്നൊരു മത്സരമായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരം നല്ല കടുപ്പമുള്ളതാകണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ കൂടുതൽ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വരികയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട അങ്ങനെയാണ്. വികസനത്തിൻ്റെ രാഷ്ട്രീയം ശക്തമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരം കൂടുതൽ കടുക്കുമ്പോൾ മാത്രമേ, നല്ല ടൈറ്റ് ആകുമ്പോൾ മാത്രമേ ഫൈറ്റും നല്ല ടൈറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് എതിരാളികൾ ഏത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഏത് വ്യക്തി എന്നുള്ളത് പ്രശ്നമല്ല, മറിച്ച് രാഷ്ട്രീയമായി നല്ല ടൈറ്റ് ഫൈറ്റ് തന്നെ ഉണ്ടാകണം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ മോർണിംഗ് വാക്ക് എന്ന നിലയിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് കൂടി ചേരുന്നുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് തൃക്കരിപ്പൂരിൽ ചരിത്ര വിജയം ആവർത്തിക്കുമോ എന്ന് തന്നെയാണ്? തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കാൻഡിഡേറ്റ്, ഈ നാട് കാത്തിരുന്ന, ഈ നാടിന് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ VPP മുസ്തഫയാണ് കാൻഡിഡേറ്റ്. അതുകൊണ്ട് അഭിമാനകരമായ വിജയം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, അതേ ചോദിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കാരണം സന്ദീപ് വാര്യർ എന്ന സ്ഥാനാർത്ഥിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് ഏതെങ്കിലും നിലയിൽ മണ്ഡലത്തിലെ മത്സരം കടുപ്പിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്? തൃക്കരിപ്പൂർ മണ്ഡലം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന അനുഭവമാണ് പൂർവ്വകാല ചരിത്രത്തിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി അപ്പുറത്താര് എന്നുള്ളതല്ല, ഇടതുപക്ഷം ഈ നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനത്തിൽ നടത്തിയ ഇടപെടലുകൾ, ഈ നാടിൻ്റെ സാമൂഹ്യപരമായ ഇടപെടലുകളിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം, അതെല്ലാം ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ 100% ഈ നാട് നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇടത് കോട്ടയൊന്നല്ല തൃക്കരിപ്പൂർ, ആടാത്ത കോട്ടയോ ഇളകാത്ത കോട്ടയോ അല്ല എന്നാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അങ്ങനെ ആ ഒരു പ്രതികരണത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഈ മണ്ഡലത്തിൻ്റെ അനുഭവം, ഈ മണ്ഡലം കയ്യൂർ രക്സാക്ഷികളുടെ വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലം എല്ലാ തലത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം എക്കാലവും നിലയുറപ്പിക്കുന്ന അടിയുറച്ച ഇടതുമണ്ഡലമാണ്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലും ഒരു വേവലാതിയും ആവലാതിയും ഇടതുപക്ഷത്തിനില്ല. ഏറ്റവും തികഞ്ഞ, കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനം, നമ്മുടെ ഈ മണ്ഡലത്തിൽ മാത്രം 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ മാത്രം നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ജനങ്ങൾ വികസനത്തിൻ്റെ കൂടെയും മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെയും നിലയുറപ്പിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. തൃക്കരിപ്പൂരിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് അവർ പ്രഖ്യാപിക്കുന്നത്. പലതരം പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മോർണിംഗ് വാക്ക് എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്.